അയ്യോ മലയാള സിനിമ പ്രതിസന്ധിയിലാണ്, പ്രൊഡ്യൂസർമാരെല്ലാം കുത്തുവാളയിലാണ്, നടന്മാരും ടെക്നീഷ്യന്മാരും ഒന്നും ഇനി പടം പ്രൊഡ്യൂസ് ചെയ്യരുത് കേട്ടോ. ആ പടം നമുക്ക് 5 6 നടന്മാരേ ഉള്ളൂ. അവരൊക്കെ പ്രതിഫലം കുറയ്ക്കണം, അല്ലാതെ ഇത് നിന്ന് പോകില്ല. ജൂൺ 1 അടച്ചിടാൻ പോണേ കംപ്ലീറ്റ് കണ്ടോ ഞാൻ ജൂൺ. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സംവിധായകനും പുതുമുഖ സംവിധായകനും ഒരു നടനും ചേർന്നാണ്. അത് ഇതിൽ പണിയെടുക്കാൻ അറിഞ്ഞുടങ്ങി അത് ചെയ്യാൻ പോകരുത്. പണിയെടുക്കാൻ അറിയാമെന്നുള്ളവർക്ക് ഒരു സിനിമ എങ്ങനെ വരണം, ഏത് രീതിയിലത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുമെന്ന് ധാരണയുള്ളവർ പൈസ മുടക്കി കഴിഞ്ഞാൽ അവർക്കതിൽ ലാഭം ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എങ്കിൽ നിങ്ങൾ ആ പൈസ എടുത്ത് വല്ല ബാങ്കിൽ FD ഇടുകയോ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയോ സ്വർണ്ണം വാങ്ങിച്ചു വയ്ക്കുക. സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തത് അറിഞ്ഞൂടാത്ത പണിക്ക് എന്തിനാണ് പോണത്? കംപ്ലീറ്റ് ഷട്ട് ജൂൺ വഴി കംപ്ലീറ്റ് ഷട്ട്. പൈങ്കിളി എഴുതിയിരിക്കുന്നത് രോമാഞ്ചം ആവേശമൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു മാധവനാണ് എഴുതിയിരിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പുള്ളിയും ഫഫയും കൂടി ചേർന്നാണ്. ഈ പടം ഞാൻ ആദ്യമേ പറയും, ഇത് എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. ചിലർക്കൊക്കെ ഭയങ്കര വെറുപ്പിക്കലായിട്ടൊക്കെ തോന്നാം. ഇത് ഒരു ഓവർ കഥാപാത്രം പരിപാടിയാണ്. എല്ലാവരും ഓവറാണ്, ഒട്ടും റിയലിസ്റ്റിക് അല്ല. കോമഡിയാണ് വർക്കൗട്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ മാലപ്പടക്കം പൊട്ടും പോലെ കുറേ ചിരികൾ വരുന്നുണ്ട്. സജിൻ ഗോപു ആണ് പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. പുള്ളി മെലിഞ്ഞുണങ്ങി നല്ല സ്ലിമ്മായിട്ട് ഇരിപ്പുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് അമ്മാവൻ. ഒരു തുടക്കത്തിൽ തന്നെ പുള്ളിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കുറച്ച് പോസ്റ്റുകളൊക്കെ കാണിച്ച് ഇയാൾ എന്താണ്, ഏത് ലെവൽ ക്രിഞ്ചനാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ അയാളുടെ ഒരു ജീവിതം, കുറച്ച് കാര്യങ്ങൾ, സാധാരണഗതിയിൽ സംഭവിക്കാത്ത കുറേ ദുരന്തങ്ങളൊക്കെ, കുറേ പ്രതിസന്ധികളൊക്കെ അയാളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതൊക്കെ കോമഡിയുടെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഓവറായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷേ ഒട്ടുമിക്ക പേരും മിക്ക സിറ്റുവേഷനും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാടടുത്ത് ചിരി ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി സജിൻ ഗോപു ഭയങ്കരമായിട്ട് ഓവറായിട്ട് അഭിനയിക്കേണ്ടതാണ്. എന്നാൽ ആ മീറ്റർ കടന്നു പോയി വെറുപ്പിക്കലായി പോകാനും പാടില്ല. എനിക്കത് സജിൻ ഗോവിൻ്റെ ക്യാരക്ടർ വെറുപ്പിക്കലായിട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നിയില്ല. ട്രെയിലർ കണ്ടപ്പം എന്ത് പടയെന്ന് വെച്ചു. പക്ഷേ സിനിമയുടെ ആ ഒരു മൂഡ് സെറ്റായി വന്നപ്പോഴേക്കും സംഭവം സെറ്റായിരുന്നു. അനശ്വര രാജൻ അതുപോലെ. അനശ്വര രാജന് സെൻറ്റിമെൻറ്റ് സീനൊക്കെ പുള്ളിക്കാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞില്ലേ എന്നും സ്വന്തം പുണ്യാളം സിനിമയിലെ പോലെ തന്നെ ഇതിലും ഈ ഓവറാക്കേണ്ട സമയത്ത് ഓവർ ആക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് കുറേ ഇടത്ത്. അത് വേറെ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുന്നത്. അതേസമയം വേറൊരു പെൺകൊച്ചുണ്ട് ഇതിൽ, ജിസ്മ വിമൽ എന്ന് പറയണം. അവൾ, അതാണ് ഈ കഥാപാത്രം. ഇതാണ് അവർ എഴുത്തുകാരെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ വേണം അത് ചെയ്യാൻ. ഗംഭീരമായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. എന്ത് ക്യൂട്ടാണ് അവളെ കാണാൻ. പിന്നെ റോഷൻ ഷാനവാസ്, പുള്ളിക്കാരൻ ത്രൂ ഔട്ട് തന്നെ ഉണ്ട്. പുള്ളിയും ഉണങ്ങി സെറ്റായിട്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ചബ്ബി ആയിട്ടിരിക്കണതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആ ക്യൂട്ട്നെസ് എവിടെ പോയതുപോലെ ഉണ്ട്. പക്ഷേ കുറേ ഇടത്ത് പുള്ളിക്കാരൻ്റെ അടിപൊളി കോമഡി ഉണ്ട്. എസ്പെഷ്യലി വെള്ളം അടിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. അതുപോലെ നമ്മുടെ സലീം കുമാറിൻ്റെ മകൻ ചന്തു സലീം കുമാറും അവൻ്റെ കുറേ കോമഡി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ചിലയിടത്തൊന്നും ഇത് ഏറ്റിട്ടില്ല, ചിലയിടത്തൊക്കെ ഓവറാക്കി എനിക്ക് തോന്നി. പക്ഷേ കുറേ ഇടങ്ങളിൽ നന്നായിട്ട് കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ കോമഡി വർക്കൗട്ടാക്കി എടുക്കുക എന്നുള്ളത് വലിയ ടഫ് ടാസ്ക്കാണ്. എഴുത്തിൽ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ഇത് പോയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ത്രൂ ഔട്ട് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ടൊരു വൈബിൽ ആസ്വദിച്ച് കുറേ ചിരിക്കാനുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ കണ്ടു തീർത്ത ഒരു സിനിമയായിട്ടാണ് പൈങ്കിളി എനിക്ക് ഫീൽ ചെയ്തത്. ശ്രീജിത് ബാബുവാണ് സംവിധാനം ചെയ്യുന്നത്. പുള്ളി ആക്ടറായിരുന്നു. പുള്ളി പുരുഷ പ്രയത്തിലൊക്കെ ഉള്ള ഒരു നടനാണ്. തോൽവി FC എന്നുള്ള സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അതിലെ ഒരു കോച്ചായിട്ട് വരുന്ന ഇയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പുള്ളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യ സിനിമ വാച്ചബിളാക്കി പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട്. ജൂൺ 1 കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആണ് കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് അബു സലീം എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞാൽ ലോകത്ത് ആരും കേൾക്കില്ല. പക്ഷേ കേൾക്കാതിരുന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ അതുമായിട്ട് യൂസ്ഡായിട്ടൊക്കെ പോയി എന്നുള്ളൊരു ക്യാരക്ടറാണ്. എന്ത് രസമായിട്ട് അബു സലീമാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്നെ ചിരിപ്പിച്ചതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അബു സലീമാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് പുള്ളിയുടെ, അടിപൊളിയായിരുന്നു. പിന്നെ അടിച്ചു കയറിയ റിയാസ് ഖാനുണ്ട്. അതുപോലെ LJP ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂവെങ്കിൽ അവർ നന്നായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇത് വലിയ കഥയോ തേങ്ങയൊന്നും ഇല്ലടേ. ഇയാളുടെ ഒരു കഥാപാത്രം കാണിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു പ്രശ്നത്തിലാകപ്പെടുന്നു. അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി വേറൊരു പ്രശ്നത്തിലോട്ട് പോകുന്നു. പിന്നെ പുതിയ പ്രശ്നങ്ങൾ വരുന്നു. ഇതൊക്കെ തന്നെ. ഇതിനൊന്നും ഒരു കംപ്ലീറ്റ് ഒരു എൻഡ് അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ കാണിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒരളവുക്ക് വാച്ചബിളായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, കുറേ കോമഡിയുള്ള കുറേ നല്ല സീനുകൾ വരുന്നുണ്ട്. പിന്നെ പോയി ക്ലൈമാക്സ് എത്തിയ സമയത്ത് ആ സ്ലാബ് സ്റ്റിക്ക് പരിപാടിയൊന്നും അത്രയ്ക്ക് ഇങ്ങോട്ട് വർക്കൗട്ടായില്ല. ക്ലൈമാക്സ് കുറച്ചുകൂടി നന്നാക്കായിരുന്നു എന്നൊരു ഒപ്പീനിയൻ എനിക്ക് തോന്നി. പിന്നെ ചുമ്മാ പോയി കാണാടെ, കണ്ടിട്ട് കുറച്ച് ചിരിച്ച് ഒരു ടൈം പാസ്, ഒരു രസത്തിൽ കണ്ടിട്ട് ഒരു വൈബ് പടം കണ്ട് വരാം. ആ വൈബ് കണക്ട് ആയാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെറുപ്പിക്കലായിട്ട് എന്ത് പടം കാണിക്കണമെന്നൊക്കെ ചിലർക്ക് തോന്നാം. OTT വരുമ്പോഴൊക്കെ അങ്ങനത്തെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടെക്നിക്കലിയൊക്കെ നന്നായിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസിൻ്റെ സ്കോർ എടുത്തു പറയണം, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എഡിറ്റിംഗ് കിരൺ ദാസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി
അർജുൻ സേതു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ടെക്നിക്കൽ സൈഡൊക്കെ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇതാണ്, ഇതൊരു ചെറിയ ബഡ്ജറ്റ് ഇറങ്ങിയ ഒരു കൊച്ചു പടം, തമാശയുടെ മേമ്പൊടിയുടെ വന്ന് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറക്കിയാലൊന്നും നഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്തായാലും പ്രോഫിറ്റിൽ പോകുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റുകൾ ഇത് തിയേറ്ററിൽ വർക്കാവോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നോക്കിയൊക്കെ ഇറക്കിയാൽ മതി, അല്ലാതെ ജൂൺ വേണ്ടി കംപ്ലീറ്റ് കണ്ടോണ്ടെന്ന് വേണ്ടിയിട്ട് കാര്യമൊന്നുമില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.